നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളും വിശേഷങ്ങളും നോക്കാം. ആദ്യം ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയിൽ ഇന്ന് വളരെ പ്രാധാന്യത്തോടു കൂടിയുള്ള വാർത്ത സഭ കടക്കില്ല എന്ന തലക്കെട്ടോടുകൂടിയുള്ള ഒരു വാർത്തയാണ്. അതായത് സഭ കടക്കില്ല, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ JPCക്ക്. അതായത് പ്രതിപക്ഷ പാർട്ടികളുടെ ഒറ്റക്കെട്ടായ എതിർപ്പിനിടെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഭരണഘടനാ ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയ്ക്ക് പ്രഹരമേൽപ്പിക്കുന്ന ബില്ല് വോട്ടെടുപ്പിലൂടെയാണ് അവതരിപ്പിച്ചത്. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച് നടത്താനുള്ള 129 ഭരണഘടനാ ഭേദഗതി ബില്ലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ കൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടത്തുവാനുള്ള ഭേദഗതി ബില്ലുമാണ് നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ അവതരിപ്പിച്ചത്. ഭരണഘടനാ ഭേദഗതിക്ക് ആവശ്യമായ അംഗബലം ലോക്സഭയിൽ സർക്കാരിനില്ലെന്ന് അവതരണാനുമതി തേടിയ ഘട്ടത്തിൽ വെളിപ്പെട്ടു. ഭരണഘടനാ ഭേദഗതി പാസ്സാകാൻ 2/3 ഭൂരിപക്ഷം, അതായത് 362 പേരുടെ പിന്തുണ വേണം. NDAക്ക് 293 പ്രതിപക്ഷ ഇന്ത്യ കൂട്ടായ്മയ്ക്ക് 234 അംഗങ്ങളാണുള്ളത്. NDAയുടെ ഭാഗമല്ലാത്ത 4 MPമാരുള്ള YSRCPയും അകാലിദളിൻ്റെ ഏക അംഗവും പിന്തുണച്ചാലും NDA 300-ൽ പോലും എത്തില്ല. അവതരണ പ്രമേയം വോട്ടിനിട്ടപ്പോൾ പിന്തുണച്ചത് 269 അംഗങ്ങൾ, 198 പേർ എതിർത്തു. വിപ്പ് നൽകിയിട്ടും 20 BJP MPമാർ വിട്ടുനിന്നു. NDAയുടെ പ്രധാന ഘടകകക്ഷികൾ JDUവിലെ ആരും പിന്തുണച്ച് സംസാരിച്ചില്ല. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബില്ല് സഭയിൽ വിലപ്പോയില്ല എന്നുള്ള രീതിയിലാണ് ദേശാഭിമാനി വാർത്ത കൊടുത്തിട്ടുള്ളത്. സഭ കടക്കില്ല, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ JPCക്ക് എന്നുള്ളതാണ് ആ വാർത്തയുടെ തലക്കെട്ട്. ഇനി അതേ വാർത്ത മലയാള മനോരമയിൽ നൽകിയിട്ടുള്ള തലക്കെട്ട് ഒറ്റ തെരഞ്ഞെടുപ്പ് ബില്ലിനെതിരെ വൻ പ്രതിഷേധം, ഇനി JPC എന്ന തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയാണ്. പ്രതിപക്ഷത്തിൻ്റെ കടുത്ത എതിർപ്പിനിടെ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ഭരണഘടനാ ഭേദഗതി ബില്ലും നിയമ ഭേദഗതി ബില്ലും ലോക്സഭയിൽ അവതരിപ്പിച്ചു. ബില്ലുകൾ പാർലമെന്ററി സമിതിയുടെ, അതായത് JPC പരിശോധനയ്ക്ക് വിടുമെന്ന് സർക്കാർ വ്യക്തമാക്കി. ഇങ്ങനെയാണ്, അതായത് ദേശാഭിമാനി പറഞ്ഞതിനെ ഏകദേശം ശരിവെക്കുന്ന തരത്തിലാണ് മലയാള മനോരമ ആ വാർത്ത കൊടുത്തിട്ടുള്ളത്. ആ വാർത്തയ്ക്ക് കേരള കൗമുദി നൽകിയിട്ടുള്ള തലക്കെട്ട് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബിൽ ലോക്സഭയിൽ പാസ്സാവാൻ വേണം പ്രതിപക്ഷ സമവായം. 3/2 ഭൂരിപക്ഷമില്ല, സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടു. അവതരിപ്പിച്ചത് വോട്ടിന് 269 പേർ അനുകൂലിക്കുകയും 198 പേർ പ്രതികൂലിക്കുകയും ചെയ്തു. പാസ്സായാൽ നടപ്പാവുന്നത് 2034 എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി കേരള കൗമുദിയിൽ പറയുന്നുണ്ട്. ഇന്ത്യയുടെ ഭൂപടം നരേന്ദ്രമോദി ചുമലിൽ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു ചിത്രം, അതിനോടൊപ്പം തന്നെ ഒരു കാർട്ടൂൺ, അതിനോടൊപ്പം തന്നെ ഒരു കൈ സഹായമെന്ന് നരേന്ദ്രമോദി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെടുന്ന തരത്തിലേക്കുള്ളൊരു കാർട്ടൂണാണ് അതിൽ നൽകിയിട്ടുള്ളത്. ഇനി അതേ വാർത്ത ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ ഒറ്റ രാഷ്ട്രം ഒറ്റ തെരഞ്ഞെടുപ്പ് ബില്ല് പാർലമെന്റിൽ എന്ന തലക്കെട്ടോടു കൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. അനന്തമായി തുടരുന്ന രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സമ്പൂർണ്ണ പൊളിച്ചെഴുത്ത് ലക്ഷ്യമിട്ട് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ബില്ല് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ഭരണഘടനാ ഭേദഗതി ബില്ലായി അവതരിപ്പിച്ചത്. പാർലമെന്റ് സംയുക്ത സമിതിയുടെ JPC, അതാണ് പാർലമെന്റ് സംയുക്ത സമിതിയുടെ പരിഗണനയ്ക്ക് ബില്ല് വിടുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ അറിയിച്ചു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിന്റെ അവതരണാനുമതി തേടിയ വോട്ടെടുപ്പിൽ 269 പേർ അനുകൂലിച്ചും പ്രതിപക്ഷത്ത് 198 പേർ ബില്ലിനെ എതിർത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരമാണ് ബില്ല് JPCക്ക് വിടുന്നതെന്ന് അമിത്ഷാ പറഞ്ഞു. JPC ശുപാർശയ്ക്ക് ശേഷം ബില്ലിന്മേൽ വിശദമായ ചർച്ച നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ജന്മഭൂമി വളരെ ന്യൂട്രലായി സത്യസന്ധമായ രീതിയിൽ തന്നെ ആ വാർത്ത നൽകിയിട്ടുണ്ട്. മാധ്യമം ആ വാർത്ത നൽകിയിട്ടുള്ളത് ഒറ്റ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രത്തിന് പ്രഹരം, ഭരണഘടനാ ഭേദഗതി JPCക്ക് എന്ന തരത്തിലേക്കുള്ളൊരു തലക്കെട്ടോടുകൂടി മാധ്യമവും അങ്ങനെയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. ആ വാർത്തയ്ക്ക് മാധ്യമവും പ്രാധാന്യം നൽകിയിട്ടുണ്ട്, കേരള കൗമുദി പ്രാധാന്യം നൽകിയിട്ടുണ്ട്, ദേശാഭിമാനി പ്രാധാന്യം നൽകിയിട്ടുണ്ട്, മലയാള മനോരമയും പ്രാധാന്യം നൽകിയിട്ടുണ്ട്, ജന്മഭൂമിയും പ്രാധാന്യം നൽകിയിട്ടുണ്ട്. മാതൃഭൂമി ആ വാർത്തയെ മറ്റൊരു രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ആദ്യ പേജിൽ ഇടതുഭാഗത്തെ താഴെ ഒറ്റ തെരഞ്ഞെടുപ്പ് ബില്ല് സംയുക്ത സമിതിക്ക് വിപ്പുണ്ടായിട്ടും 20 BJP MPമാർ വിട്ടുനിന്നു എന്നുള്ള വാർത്തയ്ക്കാണ്, അല്ലെങ്കിൽ ആ ഭാഗത്തിനാണ് മാതൃഭൂമി പ്രാധാന്യം ഏറെ നൽകിയിട്ടുള്ളത്. 20 MPമാർക്ക് എല്ലാവർക്കും വിപ്പ് നൽകിയിട്ടും 20 MPമാർ അതിൽ നിന്ന് വിട്ടുനിന്നു. BJP MPമാർ വിട്ടുനിന്ന വാർത്തയ്ക്ക് പ്രാധാന്യം ഏറെ നൽകിയിട്ടുണ്ട് മാതൃഭൂമി. ദീപിക ആ വാർത്ത നൽകിയിട്ടുള്ളത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലുകൾ JPCക്ക് എന്ന തലക്കെട്ടോടുകൂടി വളരെ സുതാര്യമായി, ന്യൂട്രലായി, വളരെ നിഷ്പക്ഷമായി തന്നെ ആ വാർത്ത നൽകിയിരിക്കുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, സഭാ കേസ് വിശ്വാസികളുടെ എണ്ണം എടുക്കണമെന്ന് കോടതി.
സഭാ കേസിൽ വിശ്വാസികളുടെ എണ്ണം എടുക്കണമെന്ന് കോടതി. അനുരഞ്ജനമാണ് വേണ്ടതെന്ന് സംസ്ഥാന സർക്കാർ, ശ്രമം തുടരുമെന്ന് സുപ്രീം കോടതി. കേരളത്തിൽ ഓർത്തഡോക്സ് യാക്കോബായ സഭകളിൽപ്പെട്ട വിശ്വാസികളുടെ എണ്ണം എത്ര, പള്ളികളുടെ നിയന്ത്രണം ആർക്ക് തുടങ്ങിയ വിവരങ്ങൾ അറിയിക്കാൻ സംസ്ഥാന സർക്കാരിനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഭരണഘടനാ മാറ്റം സംബന്ധിച്ച് തർക്കമുള്ള 6 പള്ളികളുടെ വിഷയത്തിൽ ജനുവരി 29, 30 തീയതികളിൽ വിശദമായ വാദം കേൾക്കും. അതായത് സഭാ കേസ് വിശ്വാസികളുടെ എണ്ണം എടുക്കണമെന്ന് കോടതി സർക്കാരിനോട് പറഞ്ഞ വാർത്ത. ആ വാർത്തയ്ക്ക് ദേശാഭിമാനിയും വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. സഭാ തർക്കം 6 പള്ളിയിൽ തൽസ്ഥിതി തുടരണം സുപ്രീം കോടതി എന്നുള്ളതാണ് ആ വാർത്തയ്ക്ക് നൽകിയിട്ടുള്ള തലക്കെട്ട്. ഇരുവിഭാഗങ്ങളിലുമായി ബന്ധപ്പെട്ട സമഗ്ര വിവരം സർക്കാർ നൽകണം. ജനുവരി 29, 30 ദിവസങ്ങളിൽ വിശദവാദം എന്നുള്ള തലക്കെട്ടുകളാണ് ആ വാർത്തയ്ക്ക് നൽകിയിട്ടുള്ളത്. ഇനി ആ വാർത്തയ്ക്ക് കേരള കൗമുദി വലിയ പ്രാധാന്യം ആദ്യ പേജുകളിൽ എവിടെയും തന്നെ നൽകിയിട്ടില്ല. മാതൃഭൂമി ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ള വാർത്തയാണ് ഓർത്തഡോക്സ് യാക്കോബായ തർക്കം വിശ്വാസികളുടെ എണ്ണം വേണം എന്നുള്ള തലക്കെട്ടോടു കൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള സുപ്രധാനമായ പല കാര്യങ്ങളും എടുത്ത് മാതൃഭൂമിയിൽ പറഞ്ഞിട്ടുമുണ്ട്. ഇന്നത്തെ മാതൃഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതുതന്നെയാണ്. പക്ഷേ ദീപികയിൽ ആ വാർത്തയ്ക്ക് എവിടെയും ഇടം ലഭിച്ചിട്ടില്ല. ദീപിക ആദ്യ പേജിൽ എവിടെയും ആ വാർത്ത നൽകിയിട്ടുമില്ല. ദീപിക ആ വാർത്തയ്ക്ക് വേണ്ട പ്രാധാന്യമോ ഇടമോ നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി വന്നിട്ടുള്ളത് ആദിവാസി യുവാവിനെ വലിച്ചിഴച്ച സംഭവം, 2 പേർ പിടിയിൽ, 2 പേർക്ക് ലുക്കൌട്ട് നോട്ടീസ് എന്ന ദേശാഭിമാനിയിൽ നൽകിയിട്ടുള്ള വാർത്തയാണ്. കൂടൽക്കടവ് ചെമ്മാട് കോളനിയിലെ മാത്തനാണ് ആക്രമണത്തിനിരയായത്. ആദിവാസി യുവാവിനെ കാറിൽ റോഡിലൂടെ വലിച്ചിഴച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. കണിയാമ്പറ്റ പടിക്കംവയൽ പച്ചിലക്കാട് കക്കാറയ്ക്കൽ അഭിരാം കെ സുജിത്, പച്ചിലക്കാട് പുത്തൻപീടികയിൽ മുഹമ്മദ് അർഷിദ് എന്നിവരെയാണ് മാനന്തവാടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ചൊവ്വ രാവിലെ കൽപ്പറ്റ ഭാഗത്തു നിന്നാണ് പിടികൂടിയത്. SCC വിഭാഗക്കാർക്ക് നേരെയുള്ള അതിക്രമം വിചാരണ ചെയ്യുന്ന മാനന്തവാടിയിലെ പ്രത്യേക കോടതി ഇവരെ റിമാൻഡ് ചെയ്തു. സംഭവത്തിൽ ഉൾപ്പെട്ട പനവരം താഴേപ്പനത്തിൽ TP നബീൽ കമർ, കുന്നുമ്മൽ K വിഷ്ണു എന്നിവർക്കായി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി എന്നുള്ളതാണ് ആ വാർത്ത. ഇനി ആ വാർത്തയ്ക്ക് ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ പത്രങ്ങൾ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ ആ വാർത്തയ്ക്ക് നൽകിയിട്ടുള്ള തലക്കെട്ട് ആദിവാസിയെ റോട്ടിൽ വലിച്ചിഴച്ചു, 2 പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസ്, 2 പ്രതികൾ അറസ്റ്റിൽ. ലുക്കൌട്ട് നോട്ടീസുള്ള പ്രതികളുടെ ചിത്രവും അതിനോടൊപ്പം തന്നെ അറസ്റ്റിലായവരുടെ ചിത്രവും അതിൽ നൽകിയിട്ടുണ്ട്. ആദ്യ പേജിൽ വലത് ഭാഗത്ത് വലിയ പ്രാധാന്യം ആ വാർത്തയ്ക്ക് നൽകിയിട്ടുണ്ട് കേരള കൗമുദി. അതേ വാർത്തയ്ക്ക് മാധ്യമം ആദ്യ പേജിൽ ചെറിയൊരു പ്രാധാന്യം നൽകുന്നുണ്ട്. അതിന് തലക്കെട്ടായി നൽകിയിട്ടുള്ളത് ആദിവാസിയെ കാറിൽ വലിച്ചിഴച്ച സംഭവം, 2 പേർ അറസ്റ്റിൽ, 2 പേർക്കായി ലുക്കൌട്ട് നോട്ടീസ്. അതിൽ അറസ്റ്റ് ചെയ്ത 2 പേരുടെയും ചിത്രങ്ങൾ മാധ്യമം അതിൽ നൽകിയിട്ടുണ്ട്. മലയാള മനോരമ ആ വാർത്തയ്ക്ക് എവിടെയും ആദ്യ പേജിൽ ഇടം നൽകിയിട്ടില്ല. ദീപിക ആ വാർത്തയ്ക്ക് ഇടം നൽകിയിട്ടില്ല. ഇനി മാതൃഭൂമി ആദ്യ പേജിൽ ഇടത് ഭാഗത്ത് ആ വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നു. ആദിവാസി യുവാവിനെ വലിച്ചിഴച്ച സംഭവം, 2 പേർ അറസ്റ്റിൽ എന്നുള്ളതാണ് ആ വാർത്തയ്ക്കുള്ള തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. ചെറിയൊരു പ്രാധാന്യം തന്നെ നൽകുന്നുണ്ട്. അതേ വാർത്ത ജന്മഭൂമി നൽകുന്നു. പക്ഷേ ജന്മഭൂമി ആദിവാസി എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല, പകരം വനവാസി യുവാവിനെ റോഡിൽ വലിച്ചിഴച്ച സംഭവം, 2 പേർ അറസ്റ്റിൽ എന്നുള്ളതാണ് ആ വാർത്തയ്ക്ക് ജന്മഭൂമി നൽകുന്ന തലക്കെട്ട്. ഈ 3 വാർത്തകളാണ് ഇന്ന് ഒട്ടുമിക്ക പത്രങ്ങളിൽ വലിയ പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ളത്. ഇതല്ലാത്ത മറ്റു വാർത്തകൾ ഏതൊക്കെ എന്ന് പരിശോധിക്കാം. ആദ്യം മലയാള മനോരമ. ശബരി റെയിൽ വീണ്ടും അനിശ്ചിതത്വത്തിൽ, ഇരട്ടപ്പാത നിർദ്ദേശം കേരളം തള്ളി. ആദ്യം ഒറ്റവരിപ്പാത മതി, ത്രികക്ഷി കരാറിനില്ലെന്ന സംസ്ഥാനം. അങ്കമാലി എരുമേലി ശബരിപാത നടപ്പാക്കാൻ കേന്ദ്രം വെച്ച നിർദ്ദേശങ്ങൾ കേരളം സ്വീകരിക്കില്ല. ഇരട്ടപ്പാത വേണമെന്ന റെയിൽവേ നിർദ്ദേശം കേരളം തള്ളി. ഒറ്റവരിപ്പാതയായി നടപ്പാക്കാനും ഇരട്ടപ്പാത വേണമെന്ന നിർദ്ദേശം ഭാവിയിൽ പരിഗണിക്കാനും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഓൺലൈൻ യോഗം തീരുമാനിച്ചു എന്നുള്ള വാർത്ത മലയാള മനോരമ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ ആദ്യ പേജിൽ ആദ്യം തന്നെ നൽകുന്നുണ്ട്. എന്നാൽ ആ വാർത്ത ജന്മഭൂമി എവിടെയും ആദ്യ പേജിൽ എവിടെയും നൽകിയിട്ടില്ല. ജന്മഭൂമി ആ വാർത്തയ്ക്ക് ആദ്യ പേജിൽ ഇടം നൽകാതെ പോകുമ്പോൾ ദീപിക ആ വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നു. ശബരി റെയിൽ ത്രികക്ഷി കരാർ തള്ളി കേരളം. അങ്കമാലി എരുമേലി സിംഗിൾ ലൈൻ ആദ്യഘട്ടം നിർമ്മാണമെന്ന് കേരളം. ആ വാർത്തയ്ക്ക് ആദ്യ പേജിൽ താഴെയായി പ്രാധാന്യം നൽകുന്നുണ്ട് ദീപിക. മാധ്യമവും ആ വാർത്തയ്ക്ക് ഇടം നൽകുന്നുണ്ട്. ശബരി പദ്ധതി ഒറ്റവരിപ്പാതയുമായി മുന്നോട്ട്, പുതുക്കിയ എസ്റ്റിമേറ്റ് 3800 കോടിയുടേത്. വികസന ഘട്ടത്തിൽ പാത ഇരട്ടിപ്പിക്കാമെന്ന് മുഖ്യമന്ത്രി. ആ തരത്തിൽ മാധ്യമവും ആ വാർത്ത നൽകുന്നുണ്ട്. എന്നാൽ മാതൃഭൂമി ആ വാർത്തയ്ക്ക് എവിടെയും ആദ്യ പേജിൽ ഇടം നൽകുന്നില്ല. കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ കേരള കൗമുദി ആ വാർത്തയ്ക്ക് ചെറിയ പ്രാധാന്യം നൽകുന്നു. ശബരി റെയിൽ പദ്ധതി 2 ഘട്ടമായി നടപ്പിലാക്കും മുഖ്യമന്ത്രി. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഉൾപേജിലായി നൽകിയിരിക്കുകയാണ് കേരള കൗമുദി. ആദ്യഘട്ടത്തിൽ അങ്കമാലി എരുമേലി നിലയ്ക്കൽ പാത പൂർത്തീകരിക്കും. നിലവിൽ സിംഗിൾ ലൈനുമായി മുൻപോട്ട് പോകും.
വികസന ഘട്ടത്തിൽ പാത ഇരട്ടിപ്പിക്കൽ പരിഗണിക്കും എന്നുള്ളതാണ് കേരള കമ്മിറ്റി 3 പോയിന്റുകൾ. അതിൽ പ്രധാനപ്പെട്ട 3 പോയിന്റ് മാത്രം നൽകിയിരിക്കുന്നു. ഉൾപേജിൽ കൂടുതൽ വിവരങ്ങൾ നൽകുന്നുണ്ട്. മലയാള മനോരമ പ്രാധാന്യം നൽകിയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിക്ക് മർദ്ദനം, യൂണിവേഴ്സിറ്റി കോളേജിലെ SFI പിരിച്ചുവിട്ടു. തീരുമാനം CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ. യൂണിവേഴ്സിറ്റി കോളേജിലെ SFI കൊണ്ട് പിരിച്ചുവിടാൻ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. കോളേജിലെ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ മർദ്ദിച്ചതടക്കം SFI നേതാക്കളുടെ അതിക്രമങ്ങൾ വിവാദമായ സാഹചര്യത്തിലാണ് തീരുമാനം. ആ വാർത്ത മറ്റ് പത്രങ്ങളിലൊന്നും വലിയ പ്രാധാന്യത്തോടെയോ അല്ലെങ്കിൽ ആദ്യ പേജുകളിൽ എവിടെയോ നൽകിയതായി കാണുന്നില്ല. മലയാള മനോരമ ഇടത് ഭാഗത്ത് വിൻ ന്യൂസ് ഫിഫ ദ ബെസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് കഴിഞ്ഞ വർഷത്തെ മികച്ച പുരുഷ ഫുട്ബോളർക്കുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം റയൽ മാഡ്രിഡിന്റെ ബ്രസീലിയൻ താരം വിനീസ്യൂസിനാണ് എന്നുള്ള വാർത്ത വലിയ പ്രാധാന്യത്തോടെ ഒട്ടുമിക്ക പത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ചിത്രങ്ങൾ അടക്കം നൽകിയിട്ടുണ്ട്. ദേശാഭിമാനി വിനീഷ്യസ് ബോൺമാറ്റി ലോക താരങ്ങൾ. വിനീഷ്യസ് ജൂനിയർ മികച്ച ഫുട്ബോൾ താരം. വനിതകളിൽ ഫിഫ പുരസ്കാരം ബോൺമാറ്റിന്. ഗോൾ കീപ്പറായി മാർട്ടിനസ്. ആൻസലോട്ടി മികച്ച പരിശീലകൻ. ചിത്രത്തോടുകൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. ബെസ്റ്റ് വിനീഷ്യസ് എന്ന തലക്കെട്ടോടുകൂടി മാതൃഭൂമി ആദ്യ പേജിൽ അദ്ദേഹത്തിൻ്റെ ചിത്രം നൽകിയിട്ടുണ്ട്. കേരള കൗമുദിയോ ദീപികയോ ഒന്നും ആ കായിക താരത്തിൻ്റെ ചിത്രം ആദ്യ പേജിൽ എവിടെയും നൽകിയിട്ടില്ല. കുഞ്ചുകുറുപ്പ് എന്ന മലയാള മനോരമയുടെ കാർട്ടൂൺ പരമ്പരയിൽ ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ ശരത് പവാറും PC ചാക്കോയും പ്രകാശ് കാരാട്ടിനെ കണ്ടു. കാരാട്ട് സഖാവ് LDF കൺവീനറാണെന്ന് വിചാരിച്ചു കാണും എന്നുള്ളതാണ് അതിൻ്റെ തലക്കെട്ട. ഇനി ദീപികയിലേക്ക് വരുമ്പോൾ ദീപികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, കുട്ടമ്പുഴയിൽ കാട്ടാനക്കരികിൽ ജീവൻ പൊലിഞ്ഞ സംഭവം. പ്രതിഷേധ കടൽ. എൽദോസിന്റെ മൃതദേഹം നീക്കാനായത് 6.5 മണിക്കൂറിന് ശേഷം. വന്യജീവി ആക്രമണം തടയുന്നതിന് പ്രഖ്യാപിച്ച തുക പകുതി പോലും വിനിയോഗിച്ചില്ല. വന്യജീവി ആക്രമണങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിക്കുമ്പോഴും വന്യജീവി ആക്രമണങ്ങൾ കുറയ്ക്കുന്നതിനായി പ്രഖ്യാപിച്ചതിൻ്റെ പകുതി തുക ചെലവഴിക്കാതെ സംസ്ഥാന സർക്കാർ വന്യമൃഗ ആക്രമണങ്ങൾ കുറയ്ക്കുന്നതിനായി 48.85 കോടിയാണ് ബജറ്റിൽ വകയിരുത്തിയത്. എന്നാൽ ഇതുവരെ അനുവദിച്ചതാകട്ടെ 21.82 കോടി രൂപ മാത്രവും. ആസൂത്രണ ബോർഡിൻ്റെ കണക്ക് പ്രകാരം ഇത്തരം കാര്യങ്ങളുമായി സംസ്ഥാനം ചെലവഴിച്ചത് 44.67% തുക മാത്രമാണ്. എൽദോസിന് യാത്രാമൊഴി നൽകുന്ന ചിത്രം നൽകിയിട്ടുണ്ട്. 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം അനുവദിച്ച വാർത്ത എടുത്തു പറയുന്നുണ്ട് ദീപികയിൽ. ആ വാർത്ത ഒരു പത്രത്തിൻ്റെയും ആദ്യ പേജുകളിൽ എവിടെയും നൽകുന്നതായി കാണുന്നില്ല. ദീപികയിലെ മറ്റു പ്രധാനപ്പെട്ട വാർത്ത, കാട്ടാനയുടെ അതിക്രമം പരിക്കേറ്റയാൾ മരിച്ചു എന്ന വാർത്ത. ഇനി മുതൽ റിക്രൂട്ട്മെന്റ് പരീക്ഷകൾ NDA നടത്തില്ല. അടുത്ത വർഷം മുതൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റിക്രൂട്ട്മെന്റ് പരീക്ഷ നടത്തില്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രവേശന പരീക്ഷകൾ മാത്രമായിരിക്കും NDA നടത്തുകയെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. SSLC പരീക്ഷ രജിസ്ട്രേഷൻ തുടങ്ങി എന്നുള്ള വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് ദീപിക. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിന് മുമ്പുള്ള സ്വത്തുകൾ കണ്ടുകെട്ടിയ EDI നടപടി റദ്ദാക്കി എന്നുള്ള വാർത്തയ്ക്ക് ഇടം നൽകുന്നു. മാവേലി നാട് എന്ന കാർട്ടൂൺ പരമ്പരയിൽ വൈദ്യുതി ബോർഡിനെ പിണറായി സർക്കാർ വെള്ളാനയാക്കി എന്ന് സതീശൻ. ആ വെള്ളാനയും പിന്നെ കാട്ടാനയും ചേർന്നപ്പോൾ ജനത്തിന് സമാധാന ജീവിതം ഇല്ലാതെയായി എന്നുള്ളതാണ് ആ കാർട്ടൂൺ പരമ്പരയുടെ തലക്കെട്ട്. ഇനി ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ, അപകട മരണം സ്വകാര്യ ബസിന്റെ പെർമിറ്റ് 6 മാസം റദ്ദാക്കുമെന്ന തലക്കെട്ടോടുള്ള വാർത്ത. വാഹനങ്ങളുടെ അമിത വേഗവും നിയമലംഘനവും തടയാൻ ബ്ലോക്ക് സ്പോട്ടുകളിൽ പ്രത്യേക വാഹന പരിശോധന ഉൾപ്പെടെ കർശന നടപടിയുമായി സംസ്ഥാന സർക്കാർ. മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ ബ്ലാക്ക് സ്പോട്ടിൽ ബുധനാഴ്ച മുതലാണ് പരിശോധന. തീരുമാനം മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ ശബരിപാത 2 ഘട്ടമായെന്ന തലക്കെട്ടോടുകൂടി ശബരിപാതയുമായി ബന്ധപ്പെട്ട വാർത്ത നൽകുന്നുണ്ട് ദേശാഭിമാനിയിൽ. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്ന ഗവർണറുടെ നീക്കത്തിനെതിരെ SFI കേരള സർവകലാശാല ആസ്ഥാനത്ത് നടത്തിയ മാർച്ചിന്റെ ചിത്രം താഴെ നൽകിയിട്ടുണ്ട്. പതിവ് സേവനങ്ങൾ നിർത്തുന്നു, ഇൻലൻഡിനും കാർഡിനും വില കൂട്ടും എന്നുള്ള വാർത്ത പ്രാധാന്യത്തോടെ ദേശാഭിമാനിയിൽ നൽകുന്നു. ഗവർണർക്കെതിരെ SFI സമരം നടത്തിയ വാർത്തയ്ക്ക് ജന്മഭൂമി പ്രാധാന്യമേറെ നൽകുന്നു. ഗവർണർക്കെതിരെ വീണ്ടും SFI ആക്രമണം, ഒത്താശ ചെയ്ത് പോലീസ് എന്നുള്ളതാണ് അതിൻ്റെ തലക്കെട്ട. കേരള സർവകലാശാല സംസ്കൃത വിഭാഗത്തിന്റെ ത്രിദിന അന്തർദേശീയ സെമിനാർ ഉദ്ഘാടനത്തിനെത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഇടതുപക്ഷ സംഘടനയുടെ അക്രമം. പരിപാടി നടക്കുന്ന സെനറ്റ് ഹാളിലേക്ക് SFI പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചു. ഇത് തടഞ്ഞ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഗവർണർക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസ് ഒരിക്കൽ കൂടി പരാജയപ്പെട്ടു. വാർഡുകളുടെ പേരിൽ ഹൈന്ദവീയത വേണ്ട, ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട പേരുകൾ മാറ്റുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനത്തിൽ ഹൈന്ദവതീയതയുള്ള പേര് ഒഴിവാക്കി പുനർനാമകരണം. ക്ഷേത്രങ്ങളോ ആചാരങ്ങളോ ആയി ബന്ധപ്പെട്ട പേര് നൽകേണ്ടതില്ലെന്ന CPM തീരുമാനമനുസരിച്ച് മാറ്റം വരുത്താൻ സർക്കാർ നിർദ്ദേശിക്കുകയായിരുന്നു. ചോദ്യപേപ്പർ ചോർച്ച, ABP മാർച്ച്, പ്രതിഷേധം ഇരമ്പി എന്നുള്ള വാർത്ത നൽകുന്നു. പ്രതിഷേധം നടത്തുന്ന ABP പ്രവർത്തകരുടെ ചിത്രം അവിടെ നൽകിയിട്ടുണ്ട്. ഭരണഘടന രാഹുലിന്റെ നാടകത്തിന് ജനങ്ങൾ മറുപടി നൽകുമെന്ന് അമിത്ഷാ പറയുന്നു. അകത്തൊന്നുമില്ലാത്ത ഭരണഘടനയുടെ പകർപ്പുമായി നടക്കുന്ന
രാഹുൽ ഗാന്ധിയും കൂട്ടരുടെയും നാടകത്തിന് ഭാരതത്തിലെ ജനങ്ങൾ മറുപടി നൽകുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കോൺഗ്രസ് ഭരണഘടനയെ ബഹുമാനിച്ചിരുന്നെങ്കിൽ അവർക്ക് അഴിമതി നടത്താനാകുമായിരുന്നില്ല. കുടുംബവാഴ്ചയും അവരുടെ പദവികളും ഉപേക്ഷിക്കേണ്ടി വരുമായിരുന്നു. അതുകൊണ്ടാണ് കോൺഗ്രസ് ഭരണഘടനയെ ബഹുമാനിക്കാത്തത് എന്നുള്ള അമിത്ഷായുടെ വാദവുമായി ബന്ധപ്പെട്ട വാർത്ത ജന്മഭൂമിയിൽ നൽകുന്നു. ഇനി കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ വേദിയിൽ തള്ളിക്കയറാൻ SFI-ക്കാർ ഗവർണറെ 1 മണിക്കൂർ പൂട്ടിയിട്ട് പോലീസ് കാവൽ എന്നുള്ളതാണ് ഗവർണറും SFI-ക്കാരും തമ്മിലുണ്ടായിരുന്ന എതിർപ്പുകളുമായി ബന്ധപ്പെട്ട വാർത്തയുടെ തലക്കെട്ട്. കണ്ണനക്കി ആവശ്യം പറയാൻ റോബോട്ട് എന്ന തലക്കെട്ടോടുകൂടി ഒരു കൗതുക വാർത്ത കേരള കൗമുദിയിൽ നൽകുന്നുണ്ട്. തലവര എന്ന കാർട്ടൂൺ പരമ്പരയിൽ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കില്ലെന്ന പാർട്ടിക്ക് മന്ത്രിസ്ഥാനം വേണ്ടെന്ന് NCP നേതൃത്വം. തനിക്കായില്ലെങ്കിൽ വെടക്കാക്കി മന്ത്രിയെ ശരിയാക്കും എന്നുള്ളതാണ് കാർട്ടൂണിന്റെ തലക്കെട്ട്. ഓൺലൈനിലേക്ക് നീറ്റ് പരീക്ഷയും മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് ഓൺലൈനിലാക്കുന്നതിൽ ഉടൻ തീരുമാനമെടുക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി. ചോദ്യപേപ്പർ ചോർച്ചയുടെ പശ്ചാത്തലത്തിൽ അടുത്ത വർഷം മുതൽ നടപ്പാക്കാനാണ് തീരുമാനം. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് 152 അടിയാക്കുമെന്ന് തമിഴ്നാട്. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 152 അടിയാക്കുകയെന്നത് തമിഴ്നാടിന്റെ സ്വപ്നമാണെന്നും DMK അത് യാഥാർത്ഥ്യമാക്കുമെന്നും തമിഴ്നാട് ഗ്രാമ വികസന മന്ത്രി I. പെരിയസ്വാമി തേനിയിൽ മഴക്കെടുതി മൂലമുണ്ടായ നാശനഷ്ടം വിലയിരുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തിന്റെ ഉടമസ്ഥയിലുള്ള ഒരു ഭൂമിയും വിട്ടു നൽകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇനി മാധ്യമത്തിലേക്ക് വരുമ്പോൾ മാധ്യമത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തിലേറെ നൽകിയിട്ടുള്ള വാർത്ത ജയിലിലേക്കൊരു മധുവിധ യാത്ര എന്ന തലക്കെട്ടോടുകൂടി 2019 ജൂലൈ ആയിടെ വിവാഹിതരായ മുംബൈയിൽ നിന്നുള്ള മുഹമ്മദ് ഷരീഖ് ഖുറൈഷിക്കും ഉനീബയ്ക്കും അടുത്ത ബന്ധുവായ തബ്ബസും ഖത്തറിലേക്കൊരു ഹണിമൂൺ ട്രിപ്പ് വാഗ്ദാനം ചെയ്തു. വിസയും ടിക്കറ്റും മാത്രമല്ല യാത്രയ്ക്ക് കൊണ്ടുപോകാനുള്ള ട്രോളി ബാഗ് പോലും തബസ്സുമിന് വക. മധുവിധുവിന് പോയ ദമ്പതികളെക്കുറിച്ച് പിന്നീട് കേട്ടത് കയ്പുള്ള വാർത്തയാണ്. ബന്ധു സമ്മാനിച്ച ബാഗിനുള്ളിൽ രഹസ്യ അറയിൽ നിന്ന് 4.1 കോടി മയക്കുമരുന്ന് വിമാനത്താവള അധികൃതർ പിടിച്ചെടുത്തു. സൂക്ഷിച്ചൊക്കെ വേണം ബന്ധുക്കൾ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ബാഗ് തന്നാൽ അത് കൊണ്ടുപോകാൻ എന്നുള്ള തരത്തിലേക്കുള്ളൊരു വാർത്ത നൽകുന്നു. സ്വകാര്യ ബസ് അപകട മരണമുണ്ടായാൽ പെർമിറ്റ് പോകും എന്ന വാർത്ത ആ തലക്കെട്ടോടുകൂടി മാധ്യമത്തിൽ നൽകുന്നുണ്ട്. പോലീസ് വലയം ഭേദിച്ച് ഗവർണറുടെ വേദിക്കരികിൽ SFI പ്രതിഷേധം എന്നുള്ള രീതിയിലാണ് മാധ്യമം ഗവർണർക്കെതിരായി SFI ഉയർത്തിയ പ്രതിഷേധത്തിന് നൽകിയിട്ടുള്ള തലക്കെട്ട്. ഇനി മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ മാതൃഭൂമി റഷ്യൻ ആണവസേനാ മേധാവിയെ വധിച്ചു എന്ന തലക്കെട്ടോടുകൂടി റഷ്യൻ ആണവ ജൈവ രാസായുധ സംരക്ഷണ സേനയുടെ തലവൻ ലഫ്റ്റനന്റ് ജനറൽ ഇഗോൾ കിറിലോവിനെ മോസ്കോയിലെ സ്കൂട്ടർ സ്ഫോടനത്തിലൂടെ യുക്രൈൻ വധിച്ചു എന്നുള്ള വാർത്ത നൽകുന്നു. നീറ്റ് പരീക്ഷയും ഓൺലൈനിലേക്ക് എന്നുള്ള വാർത്തയ്ക്ക് ഇട നൽകിയിട്ടുണ്ട്. ഭർത്താവിനെ ജാമ്യത്തിലെടുക്കാൻ പിഞ്ചു കുഞ്ഞിനെ വിറ്റു, അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത മുംബൈയിൽ നിന്നാണ് ആ വാർത്ത മാതൃഭൂമി ആദ്യ പേജിൽ ഇട നൽകിയിട്ടുണ്ട്. കാകദൃഷ്ടി എന്ന തലക്കെട്ടോടുകൂടി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കില്ലെങ്കിൽ NCPക്ക് മന്ത്രി വേണ്ട, ശശീന്ദ്രന്റെ രാജിക്ക് സമ്മർദ്ദം, വഴിവിളക്കുകൾ കണ്ണടയ്ക്കുമോ എന്നുള്ളതാണ് ആ കാർട്ടൂണിന്റെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. ഇന്നത്തെ പ്രധാന വാർത്തകളും വിശേഷങ്ങളും ഇതൊക്കെയാണ്. നാളെ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമായി കാണും വരെ നന്ദി, നമസ്കാരം.